ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയായിട്ടാണ്. ഈ കറിയുടെ പേര് വെണ്ടയ്ക്ക മപ്പാസ് എന്നാണ്. പേര് പോലെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെയോടൊപ്പം അതേപോലെ ചപ്പാത്തിക്കും ഒപ്പം ഇത് കഴിക്കാം കേട്ടോ. ഈ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക 1/2 കിലോ വേണം, പിന്നെ സവാള 2 എണ്ണം വലുതായി അരിയുക, പിന്നെ ചുവന്നുള്ളി 2 എണ്ണം ചെറുതായി അരിയുക, പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, അതേപോലെ കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ചുവന്ന മുളക് 2 എണ്ണം, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ ടീസ്പൂൺ, പിന്നെ ഗരം മസാല 1 ടേബിൾ ടീസ്പൂൺ, പിന്നെ കടുക് 1 ടേബിൾ ടീസ്പൂൺ, പിന്നെ തേങ്ങാപ്പാൽ അരമുറി തേങ്ങയുടെ 1/4 പാലും 2/2 പാലും മാറ്റി വയ്ക്കുക. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഈ വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നീളത്തിൽ അരിയുക കേട്ടോ. എന്നിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അത് ചൂടാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു കൈലി കൊണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ 2 എണ്ണം, അത് വലുതാക്കി അരിഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ വഴറ്റണം. ഇതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതും നല്ല ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വഴറ്റാം കേട്ടോ. എന്നിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, അതേപോലെ മല്ലിപ്പൊടി 2 ടേബിൾ ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ ടീസ്പൂൺ, പിന്നെ പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുളക് പൊടി 1 ടേബിൾ ടീസ്പൂൺ, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ചെറിയ തീയിൽ നമ്മൾ മൂപ്പിച്ചെടുക്കണം. അധികം കരിക്കരുത്. അപ്പോൾ മൂപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ അധികം ആവരുത്, നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാലുണ്ടല്ലോ 2/2 പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു മൂടി വെച്ച് ഒന്ന് നല്ല ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ തിള വരുന്നുണ്ട്, വെന്തിട്ടുണ്ടോയെന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെക്കണ്ട, നമ്മൾ ആ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്നുകൂടിയും നമ്മുടെ 2/2 പാൽ തിളച്ച് വറ്റാറാകുമ്പോൾ നമ്മൾ 1/4 പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതേ തിളച്ച് വറ്റാറായിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടിയും വെള്ളമുണ്ട്, തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളൊന്ന് നമ്മുടെ 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് അത് ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്കിനി വേറൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 മുളകും ചേർക്കുക. പിന്നെ കറിവേപ്പിലയും ചേർത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ അരിഞ്ഞു വെച്ച ചെറുള്ളിയല്ലേ, അതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ ഉള്ളി അധികം കരിക്കരുത് കേട്ടോ. ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ച നമ്മുടെ കറിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.